വേഗം എനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ജോക്കി കേറി ആയിക്കോട്ടെ. ഒരു പായം തരണെടുത്തേ നമുക്ക് കൂടാ. ഇന്ന് നിങ്ങളെല്ലാരും ഇവിടെ കിടന്ന് ഉറങ്ങണം. എനിക്ക് ഇനിയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ചിലത് പറയാനുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു ഗെയിമിംഗ് സ്ട്രീം. അണ്ണാ ചെറിയൊരു ഹോൾഡുണ്ട്. എക്സലന്റിസിലെ എനിക്ക് പെർമനന്റ് ആണെന്ന് തോന്നുന്നു. നിനക്ക് പെർമനന്റ് ആണോ? എനിക്ക് പെർമനന്റ് അല്ലേ? അഡ്മിനെ അബ്യൂസ് ചെയ്തേനെ. ഓക്കെ ഇല്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ ആരാ പറഞ്ഞത് പോലും എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? അണ്ണ പോയിട്ടൊക്കെ വേണ്ട, നമ്മള് നോക്കാം. നമ്മള് വരുവാ അവന്റെ ഒറ്റയ്ക്കാ. നിങ്ങളിന്ന് ഉറങ്ങരുത്. നിങ്ങളിന്ന് ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഇന്നത്തെ പ്രശ്നം, എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ആക്കിയിട്ട് വേണം പോവാൻ. എനിക്ക് പെർമനന്റ് ബാനാ ഇവിടെ. എന്നെ അപ്പൊ സെർവർ ഇതും കിണ്ടി. ഇന്ന് ഇത്രയും മെസ്സൊക്കെ അടിച്ചിട്ടേ ഇതെന്റെ സെർവർ എനിക്ക് റോൾ ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ലൈവിൽ അങ്ങ് പെർമനന്റ് ബാൻ ചെയ്യണം അല്ലേ ഇവിടുന്ന്? എല്ലാരും വലിക്കട്ടെ. ഹലോ ഹലോ ബ്രോ, ബ്രോ കേക്കാം. ലൈവാണ്, ഞാൻ മ്യൂട്ട് ചെയ്യണോ? ഒരു മിനിറ്റ് പറയാമേ. ഞാൻ വേറെ മാനേജ്മെന്റ് ഈസിലോട്ടൊന്നും വലിക്കാൻ കേട്ടോ. ഓക്കെ. ഹലോ, ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. ഹലോ, ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. ഇത് അങ്ങനത്തെ ഒരു ടോക്കിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മുട്ടം പണി കിട്ടി കഴിച്ച എനിക്ക്. എൻ്റെ കാല് മുറിഞ്ഞ് ഇന്ന് ചോരയും ചോര കണ്ടാണ് ഇന്നത്തെ. എൻ്റെ കാല് മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കണം. ഒരു സെക്കൻഡ്, ടിഷ്യൂ പേപ്പർ എടുത്തോട്ടെ. ആഹാ, നല്ല കട്ടക്ക് ചോരരുത്. അമ്മേ, ബ്ലഡ്. എടാ, ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയതാ. ഐശ്വര്യമായിരുന്നു. അതെ, ചോര ഉണ്ട്. ഐശ്വര്യമായി. ഇനി ഇവരെന്താ എന്നെ കിണ്ടി. സപ്പോർട്ട് വെയിറ്റിംഗിൽ വീണ്ടും പോട്ടെ. എന്നെ കിണ്ടി ഇവിടുന്ന്. ഡ്രിങ്ക് വാട്ടർ എന്ന് വെള്ളം കുടിക്കണം അല്ലേ ചോര പോകുമ്പോ? പോയിട്ട് വാ. ഓക്കെ. ഹലോ, ഇതിൽ ബ്രോ കേക്കാവോ? കേക്കാം ബ്രോ, കേക്കാം. അല്ല, അതിലെ ഞാന് പറഞ്ഞു എന്നുള്ളൊരു കേസിൽ ഒരു സാധനം വന്നു ഷെയ്ഖ് ബ്രോനോട്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത്. അതായത് ബ്രോ, അത് പ്യൂർലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് SRR ഡിസ്മാൻഡിലായപ്പം 4 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് തന്നെ ഞാൻ ആഫീസ് ബ്രോൻ്റെ അടുത്ത് വന്നാണ്ട് കളർ തരുമോയെന്ന് ചോദിച്ചിരുന്നു. നമുക്ക് കറൻ്റ്ലി കളർ പാറ്റേൺ കുറേ ദിവസമായി ഞാൻ മാറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ആഫീസ് ബ്രോനോട് കളർ ചോദിക്കാൻ വേണ്ടി VC-യിൽ വന്നതേനു. അപ്പോൾ ഓഫീസ് ബ്രോ പറഞ്ഞു നമ്മൾ 3rd വണ്ണാണ്, ഫസ്റ്റ് EVX ചോദിച്ചു, പിന്നെ DJ ഒക്കെ ചോദിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പം കറൻ്റ്ലി ഒരു കോൺട്രവേഴ്സി നമ്മൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം
ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് പേഴ്സണൽ സ്പേസ് സ്പെൻഡ് ചെയ്തതാണ്. അതിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഈ ടി വി സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ SRRൻ്റെ കേസും കൂടി പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഫ്രണ്ട്ലി ആയാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ളി RP പ്ലേയേഴ്സിന് എടുക്കണമായിരുന്നു, അല്ലാതെ PP പ്ലേയേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ആഫീസ് ബ്രോന്റെ ബ്രോ ഗ്യാങ് RP അല്ലേ നമ്മളൊക്കെ കളിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് RP ആണോ ബ്രോ? ഗ്യാങ് RP ആകുമ്പോൾ ഗ്യാങ്ങിൽ കോണയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലാവരും ഇംപ്രസ് ചെയ്ത് ഗ്യാങ് RP ഒന്നും കളിക്കാൻ പറ്റത്തില്ല ബ്രോ. പിന്നെ ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉള്ളത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇതാവുന്നതാണ് പ്രശ്നം. അല്ലല്ല, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആസിഫ് ബ്രോ. ഇത് വെറുതെ കേട്ടും കളയാൻ പറ്റത്തില്ല. SRRയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, SRRയെ പറ്റി പറയണം. അവിടെ TV എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് ഈഗിൾ ബ്രോ. അതായത് SRRന്റെ കേസിൽ ഞാൻ ഒരിക്കലും TVനോ KVനോ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലല്ല, ഞാൻ ബ്രോയുടെ കാര്യം പറഞ്ഞല്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഇതെനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. ഷെയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് ഞാൻ ഈഗിൾ ബ്രോ ഞാനിത് ജസ്റ്റ് അയക്ക് പറഞ്ഞു വന്നോണ്ടിരുന്നതാ. അതാ ഞങ്ങള് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ അത് പേഴ്സണൽ സ്പേസിൽ നിൽക്കണം. അത് ലൈവ് അല്ലാത്ത രീതിയിൽ വിളിച്ചു വന്ന് പറയണത് അത് നിങ്ങളുടെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചത്, അല്ലാതെ നമ്മളാരും അല്ല ഇത് പറഞ്ഞത്. കാരണം ഞാൻ ഇവരുടെ അടുത്തൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഞാൻ വളരെ റിയൽ ലൈഫിൽ ഞാനിപ്പം നിങ്ങളുടെ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റീഫനെ നേരെ കൊണ്ടുവന്ന് കോള് വിളിച്ച് ഇവിടെ കേൾപ്പിച്ചത് നാളെ ഇത് ഞാൻ കൺവേർട്ട് ചെയ്താണെന്ന് പറയും. എനിക്കതിന്റെ ആവശ്യമില്ല ബ്രോ. എനിക്ക് ആസിഫ് ബ്രോ ഹഫീസ് ബ്രോ എനിക്ക് റിയൽ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഇങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യാറുള്ളൂ. അതിലൊരാളാണ് സ്റ്റീഫൻ ബ്രോ. പുള്ളിയുടെ ഗ്യാങ് പുള്ളിയുടെ പേരും വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എക്സ്ട്രീം റിവലറി നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ പേഴ്സണലി അത്രയും നല്ല സ്പേസിൽ സംസാരിക്കുന്ന ആൾക്കാരാ. ഈഗിൾ ബ്രോ, അതാണ് ഞാനും പറഞ്ഞത്. അതായത് ഈ ഒരു കേസിൽ ഈ ഒരു SRRന്റെ കേസ് അവിടെ ഇവര് കളറിന്റെ കേസിലാണ് വന്നത്. ബട്ട് ഞാൻ അവിടെ ഒരിക്കലും TVനോ KVനോ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനും കേട്ടപ്പോ ഞാനും ഞെട്ടി. ലൈക്ക് അതായത് അവര് ഡിസ്മാൻഡിലായത് SRRന്റെ കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അതാ ചോദിച്ചത്, ഞാൻ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അല്ല, അത് ഞങ്ങൾ ആരും അല്ല പറഞ്ഞത്, അത് ഷെയ്ക്കാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഫീസ് ബ്രോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഷെയ്ക്കാണ്, ഞാനല്ല. ഷെയ്ക്കാണ് അത് പറഞ്ഞത്. ഷെയ്ക്ക് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ബ്രോ. എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ തലയിലോട്ട് ഇടാന്ന് പറഞ്ഞത് ഒന്നാമതെ ഇതിനകത്ത് സമാധാനമില്ല. ഇതിപ്പോ ഇനി ഇവര് നിർത്തിയതോടെ ഞങ്ങൾ ഇതാന്ന് പറഞ്ഞത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഈ എക്സ്പ്ലനേഷൻ ഈഗിൾ ബ്രോ, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ക്കിനെ വിളിച്ചിട്ട് ഈ കാര്യം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തത്. അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അവരെന്താണ് ഏത് ഇതിലാണ് പറഞ്ഞെന്നുള്ളത് അത് എന്റെ കയ്യിലുള്ളതല്ല. അത് ബ്രോയുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഷെയ്ക്കിന്റെ കാര്യമാണ്. ഇതിൽ എങ്ങനെയാണ് ഷെയ്ക്ക് TV വന്നത്? ഈഗിൾ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഈ ആഫീസ് ബ്രോന്റെ അടുത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾ ആദ്യം എല്ലാവരും ചില്ലായിട്ടിരുന്ന് കേക്ക്, മനസ്സിലായോ? അഥവാ നിങ്ങളെ ചാറ്റ് ഞാൻ കാണുന്നുണ്ട്. അഥവാ ബ്രോ എന്റെ ചാറ്റ് എന്തോ ആയിക്കോട്ടെ ബ്രോ. ചാറ്റിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ TV എന്നുള്ള രീതിയിൽ ഞാൻ TVയുടെ ലീഡറാ. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. എന്റെ ചാറ്റ് നോക്കണത് ഞാനല്ലേ ബ്രോ. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം ബ്രോ. അത് കൺസേൺ ആവണ്ട. ഞാൻ ബ്രോ അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം ബ്രോയുടെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എനിക്ക് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഷെയ്ക്കിന്റെ അടുത്തൊന്നും ഇതുവരെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ നമ്മളെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ വേറൊരു ഗ്യാങ്ങിന്റെ സാധനം എടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തരേണ്ട ആവശ്യമില്ല. ഹലോ, അത് ഞങ്ങളുടെ അടുത്ത് അതിനെന്ത് റീസൺ ആണ് TV എന്ത് റീസൺ ആണ് ചെയ്തതെന്ന് നമുക്കറിയണം ബ്രോ. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒരു സംശയമില്ല. ഇതാണ് ആഫീസ് ബ്രോ ഞാൻ ഇന്ന് ഈവനിങ് പറഞ്ഞത്, മനസ്സിലായോ? എന്താണ് കംപ്ലീറ്റ് ഹെയ്റ്റ്. പിന്നെ ബ്രോ നിങ്ങൾ എന്താ പറയണ ബ്രോ? നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കണേ. ഷെയ്ക്കിന്റെ വായി ഷെയ്ക്ക് വീണേ. എന്റെ വായി നല്ല ഷെയ്ക്കിന്റെ വായിന്ന് ഇത് വീണിട്ട് ഇത് ഞങ്ങൾ ഇപ്പൊ ഹേറ്റ് തരുന്നതായോ? ഷെയ്ക്ക് പബ്ലിക്കലി അവൻ ലൈവ് ആണെന്ന് നോക്കാതെ വായി തോന്നി എന്തോ വിളിച്ചു പറഞ്ഞിട്ട് ഷെയ്ക്കിന് ഹേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നതാണ് ഇത് ഞാൻ തരുന്നതാണ്. ഞാൻ ഗെയിം കളിക്കാൻ പോയപ്പോ ഞാൻ ഇതെല്ലാം നിങ്ങളുടെ പറയാനുള്ള മാറ്റർ മാന്യമായിട്ട് ഷെയ്ക്കൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ലോങ് സ്റ്റോറി പറഞ്ഞു. ഞാൻ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറി പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്റെ ഇതുവരെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് ഞാനത് നിർത്തി. ഞാനൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോയപ്പം ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് നിങ്ങൾ അനാവശ്യം ഒരു സാധനം എടുത്ത് ഷമീറിന്റെ ലൈവ് ആണെന്ന് അറിയാം. എനിക്ക് 100% ഉറപ്പാ ലൈവ് ആണെന്ന് അറിയാതെ പറഞ്ഞാണത്. അത് അവിടെ വന്ന് പറഞ്ഞത് ഞാനല്ല, ഷെയ്ക്കാണ്. അപ്പൊ ഷെയ്ക്കാണ് ഇത് വന്നിട്ട് വൈറ്റ് പറഞ്ഞ ഹേറ്റ്. വൈറ്റ് എന്ത് ഹേറ്റ് പറഞ്ഞേ?
നിങ്ങൾക്ക് ഹെയ്റ്റ് കിട്ടുന്ന നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയുടെ റിട്ടേൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടണേ. അല്ലാതെ ഞാൻ ആരോടത്തും ഇവിടെ ടി വിയിൽ ഇരുന്ന് പറഞ്ഞില്ല എന്താ ഇതാണ് ഇത് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറൊരാൾ പറയുന്നുണ്ടെന്നോ SRR ഡിസ്മാൻഡിലായതിന് കാരണം വേറൊരാളോ പറഞ്ഞെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാ നിങ്ങള്, അല്ലാതെ ഞങ്ങളാരും അല്ല. നമ്മളത് പറഞ്ഞിട്ടില്ല ഇത് ബ്രോ. നമ്മള് TV എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ലൈവ് ആണെന്ന് ഷമീർ പറഞ്ഞു. അല്ലല്ല ഞാൻ എനിക്ക് ഇതിനൊരു മറുപടി വേണം ബ്രോ. ഞാൻ പറയാം, എനിക്ക് ഇതിനൊരു മറുപടി പറഞ്ഞ ഷേക്ക്. SRR ഡിസ്മാൻഡിലായി എന്ന് ഒരാൾ സംസാരിക്കുമ്പോ അവിടെ TVയെ പറ്റി സംസാരിച്ച എന്തിനാ? ഇത് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്തോ, ഞാൻ കേൾക്കാൻ റെഡിയാ. പറഞ്ഞു പറഞ്ഞുതരാം. ഹാഫിസ് ബ്രോന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഹാഫിസ് ബ്രോ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ പോലെ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യണ്ടെന്ന് കരുതിയിരുന്ന ഒരു ടീം തന്നെ ആയിരുന്നു SRR എന്ന് എൻ്റെ അടുത്ത് ഹാഫിസ് ബ്രോ പറഞ്ഞു. അവരും ഇതൊന്നും സഹിക്കാൻ കഴിയാതെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ അവരെ ലീഡേഴ്സിനും കോ ലീഡേഴ്സിനും ഒന്നും അത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഡിസ്മാൻഡിൽ ചെയ്യണത് എന്നുള്ള ഈ 2 റീസൺ ആണ് പറഞ്ഞത്. ഇത് ഒബ്വിയസ്ലി ഈഗിൾ ബ്രോ എൻ്റെ അടുത്ത് ഇപ്പം അടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ SRR ആയിട്ട് ഫ്രണ്ട്ലി പിടിക്കാൻ നോക്കിയപ്പം നിങ്ങൾ തല്ലുകൊള്ളികൾ എന്ന് പറഞ്ഞാണ്ട് SRR തന്നെയാണ് മെൻഷൻ ചെയ്തത്, MRGനെ അല്ല മെൻഷൻ ചെയ്തത്. അവര് കറന്റ് KVN-ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് TVN-ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് അവരെയാണ് നമ്മൾ മോക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ, അല്ലാതെ MRGനല്ല മോക്ക് ചെയ്തത് എന്നുള്ളത്. അത് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു അവരെ തന്നെ. കാരണം ഞങ്ങൾ ആ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം, TVയും KVയും അടിച്ചത് SRR ആണ്, MRC അല്ല. അതെ. അപ്പൊ ആ സംഭവത്തില് ഈ ഹാഫിസ് ബ്രോ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്, അഥവാ കമ്മ്യൂണിറ്റിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ്ട, അഥവാ അങ്ങനത്തെ ബ്രോ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് അവർക്ക് നല്ല പോലെ നിർത്തി പോകണം. അതായത് സിമ്പിൾ ആയിട്ട് അവർക്ക് ഈ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടോക്സിസിറ്റിയോ ഈ പ്രശ്നങ്ങൾക്കോ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഞാനൊരു TVNോ KVNോ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പേര് പറഞ്ഞ എന്തിനാണെന്നാണ് ഷെയ്ഖിന്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ല ഷെയ്ഖെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കളിക്കുന്നത് ഗ്യാങ് RPN അല്ലേ? ഈ ഹേറ്റ് സ്പ്രെഡിംഗ് എന്ന് ഷെയ്ഖ് ഉദ്ദേശിക്കണ എന്താ സാധനം? നമ്മൾ ഒരു ഗ്യാങ്ങുമായിട്ട് അടി ഉണ്ടാവുന്ന സമയത്ത് ആ ഗ്യാങ്ങിലുള്ളവന്മാരെ പറ്റി നമ്മൾ ദേഷ്യപ്പെട്ട് പറയണതാണ് ഇതെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് തന്നെയല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം T47 സിറ്റുവേഷൻ ആയ സമയത്ത് T47 മെറ്റയാണെന്ന് ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഷെയ്ഖ്. ഞാൻ ആ POV കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ടാണല്ലോ ഷെയ്ഖിന്റെ POV. ഞാൻ കാണിച്ചു തരട്ടെ. അത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലേ? T47 അവര് മെറ്റടിക്കുന്നതിന്റെ പ്രൂഫ് ഷെയ്ഖിന്റെ ഉണ്ടോ? ഇത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലല്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഹേറ്റ് സ്പ്രെഡിംഗ്. ബ്രോ ആലോചിക്കുക, നമ്മളൊക്കെ കളിക്കുന്ന ഗ്യാങ് RP എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വൽ ഗ്യാങ് ആണ് വലുത്. സിറ്റിക്കകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണ് നമുക്ക് വലുത്. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും. അത് ഓഡിയൻസ് ഉള്ള ആൾക്കാർ കേൾക്കുന്ന സമയത്താണ് ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ. ഈ RPക്കകത്ത് ചാറ്റും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഓഫ്ലൈനിൽ ഒരാൾ കളിക്കുവാണെങ്കിൽ പോലും അവർ കളിക്കുന്നതും ആ ഗെയിമിനകത്ത് പറയുന്നതും RPക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ കമ്മ്യൂണിറ്റിക്കകത്ത് ഹേറ്റ് സ്പ്രെഡിങ് ആവും? ഇത് ഇത്ര നാൾ ഈ കമ്മ്യൂണിറ്റി തന്നെയല്ലേ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്? എല്ലാരെയും പറ്റി പറയും. ആരാണ് നിങ്ങൾ MRC അടിച്ച ഏത് ഗ്യാങ്ങിനെ പറ്റിയാണ് നിങ്ങൾ അപരാധം പറയാതെ അടിച്ചത്? എനിക്കൊന്ന് കേൾക്കണമല്ലോ. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഒരു മോശ വാക്ക് പോലും പറയാതെ. ബ്രോ ഗ്യാങ് സിറ്റുവേഷനിൽ കോമൺ, RPയിൽ കോമൺ അത്. നമ്മൾ ഗ്യാങ് RPയാ കളിക്കുന്നത്. എല്ലാരും പറയാറുണ്ട്, എല്ലാത്തിന്റെയും ക്ലിപ്പുണ്ട്. നിങ്ങൾ അടിച്ച എല്ലാരും, നിങ്ങൾ EVXനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര ഷോർട്സ് കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ RP ഇതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൊണ്ട് എന്റെ ഫീഡിൽ ഇതൊക്കെ വരും. ഞാൻ ഇതെല്ലാം കാണാറുണ്ട്. ചുറ്റുമുള്ള കോമ്പറ്റീറ്റേഴ്സിനെ റീഡ് ചെയ്യാറുണ്ട്. അത് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എത്ര ഗ്യാങ്സിനെ പറ്റി പറയുന്ന ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ മറ്റേ ഹെയ്റ്റോ? സിറ്റിയിലെ സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മൾ പറയണത് സിറ്റിയിലെ കാര്യമാണ് ബ്രോ. അത് ഹെയ്റ്റ് താങ്ങാൻ പറ്റാത്ത അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളവനൊന്നും RP കളിക്കുക. ഇവിടെ ഒന്ന് ഗ്യാങ് RP കളിപ്പിക്കല്ലേ? അല്ല പള്ളിയിലച്ഛന്റെ ബെഡ് ഇട്ടിട്ട് അവിടെ വന്ന് മറ്റേ ഇതെല്ലാം പറയണം. അല്ലാതെ എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് കൊണ്ട് വെച്ച് തരരുത്. മോറോറൊന്നും പറയാനില്ല. അതന്നെ ഞാനത് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനത് ഈ പറയുന്ന പോലെ അമ്പി ചെയ്യാണ്ട് TVന്റെ തലയ്ക്ക് ഇടാൻ നോക്കിയതാണ്. വേണം ഇതിന്, എനിക്ക് റിപ്ലൈ വേണം. നമ്മളെല്ലാവരും മറ്റേ ഇന്ത്യക്ക് വേണ്ടി ചീർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് എന്താ സംസാരിക്കാൻ താല്പര്യമില്ല? പോയോ? ലെഫ്റ്റ് വാടയുമ്പോ ലെഫ്റ്റ് ആവും. അങ്ങനെയാണ് ബ്രോ. ഇത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ ഒരു കാരണമുണ്ട് ബ്രോ. ഇതിനു മുമ്പ് ഇത് പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. പുള്ളിക്ക് പറയാനൊന്നുമില്ല. അല്ല ഞാൻ ഉറങ്ങാൻ കിടന്നു. ആ ടൈമിലാണ് എനിക്ക് ഈ പറയുന്ന പോലെ ക്ലിപ്പുകളും കാര്യങ്ങളും. ഞാനും ആ ടൈമിൽ വണ്ടറായി, ലൈക്ക് ഞാൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതല്ലോ. ഞാൻ മോർ ഓവർ ഈ SRRന്റെ സൈഡിൽ അവർക്കൊരു ഹേറ്റ് ഇല്ലാണ്ട് അവർക്ക് നല്ലപോലെ വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെയാണ് അമാൻ എന്നോട് സംസാരിച്ചേക്കുന്നത്. അല്ല ബ്രോ, ഞാൻ നിങ്ങളുടെ അഡ്മിൻസിനുള്ള ഒരു കാര്യത്തിൽ ചോദിക്കുക ബ്രോ. ഇവിടെ ലൈവ് ഇടുന്നവരുണ്ട്, ലൈവ് ഇടാത്തവരുണ്ട്. ഈ സിറ്റിയിൽ